ദുർഗന്ധം പരത്തി സർവീസ് നടത്തിയ അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയുടെ വാഹനം നാട്ടുകാർ റോഡിൽ തടഞ്ഞു. താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയുടെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. പ്രവർത്തന സജ്ജമായ ഫ്രീസറില്ലാതെ ദുർഗന്ധം പരത്തി റോഡിലൂടെ സർവീസ് നടത്തിയ അറവ് മാലിന്യം വഹിച്ചുള്ള വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയുടെ വാഹനം തടയുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10:30ഓടെയാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. തങ്ങളുടെ വാഹനങ്ങളെല്ലാം ഫ്രീസർ സ്ഥാപിച്ചതാണെന്നും ദുർഗന്ധം പരത്തുന്നില്ല എന്നുമായിരുന്നു കമ്പനി രേഖാമൂലം ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നത്. എന്നാൽ കമ്പനിക്കായി സർവീസ് നടത്തുന്ന 27ഓളം വാഹനങ്ങളിൽ ഭൂരിഭാഗങ്ങളിലും പ്രവർത്തിക്കാത്ത ഫ്രീസറുകളാണെന്നും ചിലതിൽ ഇതുവരെ ഫ്രീസർ സ്ഥാപിച്ചിട്ടില്ലെന്നും ഇതോടെ വാഹനം കടന്നുപോയാൽ ദീർഘനേരം റോഡിലും പരിസരങ്ങളിലും മൂക്കുപൊത്താതെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു. അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയുടെ ഏതെങ്കിലും വാഹനത്തിൻ്റെ പിന്നിൽപ്പെട്ടാൽ ബസ്, ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഫാക്ടറിയിൽ നിന്നും പുറത്തുവരുന്ന ദുർഗന്ധം സഹിക്കവയ്യാതെ ഫാക്ടറിക്കെതിരെ നാട്ടുകാരുടെ പ്രക്ഷോഭത്തിലാണ്. കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഫ്രീസറില്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കരുതെന്ന് കർശന നിർദ്ദേശം കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് വീണ്ടും പഴയപടി വാഹനങ്ങൾ പുറത്തിറങ്ങുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. 5 കൊല്ലമായിട്ട് നമുക്കെല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഫ്രഷ് കട്ട് മാലിന്യത്തിൻ്റെ വിഷയം. നാട്ടിൽ ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവർ 27 ലോറി ഉണ്ട്. അവർക്ക് എല്ലാം ഫ്രീസർ വെച്ച ലോറിയാണെന്നാണ് മെനിയാന്ന് ഡിവൈഎസ്പിൻ്റെ ഓഫീസിൽ വെച്ചിട്ടും കലക്ടർക്ക് വലിയ റിപ്പോർട്ട് കൊടുത്തത്. ഇവിടെ ഫ്രീസർ ഇല്ലാത്ത വണ്ടിയാണ് വന്നത്. ഭയങ്കര സ്മെല്ലും നാട്ടുകാരൊക്കെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ രാത്രി 10:40 പുറത്തിറങ്ങി ഈ മണം വന്നത് കേട്ട്. ഇപ്പോൾ ഫ്രീസർ ഇല്ലാത്തൊരു വണ്ടിയാണ് ഇവിടെ വന്നത്. അത് ഞങ്ങൾ തടഞ്ഞു വെച്ചപ്പോൾ ഫ്രീസർ ഇല്ലാന്ന് ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവർ ഇന്ന് മാത്രം കയറിയതാണ്, ഞാൻ മറ്റൊരു ഡ്രൈവർക്ക് ബദലായിട്ട് കയറിയതാണ് പറഞ്ഞത്. പോലീസ് ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാലിന്യം ഫ്രഷ് കട്ടിൽ ഇറക്കിയിട്ട് നാളെ രാവിലെ സ്റ്റേഷനിൽ വണ്ടി ഹാജരാക്കുക. ഡിവൈഎസ്പി ഇപ്പോൾ SIനെ വിളിച്ച് പറഞ്ഞത് രാവിലെ വണ്ടി അവിടെ ഹാജരാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തരാം. ഫ്രീസർ ഇല്ലാന്ന് അത് കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം വണ്ടി വിട്ടുകൊടുത്തത്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.